മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ റോമ 12:21 Letter to Romans chapter 12 verse 21. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുക. നാം നീതിപൂർവം പ്രവർത്തിച്ചാലും അനീതി അനുഭവിക്കേണ്ടി വരാറുണ്ട്. നന്മയ്ക്ക് പകരം തിന്മ അനുഭവിക്കേണ്ടി വരുമ്പോൾ നമ്മൾ നിരാശരായി തീർന്നേക്കാം. സഹിക്ക വയ്യാതാകുമ്പോൾ പകരം കിട്ടിയാലോ തിന്മ പ്രവർത്തിച്ചാലോ എന്നൊക്കെ നമ്മൾ പരീക്ഷിക്കപ്പെടും. അടിക്കുന്നവനെ തിരിച്ചടിക്കുവാനും നമ്മെപ്പറ്റി അപവാദം പറയുന്നവരെ പറ്റി അപവാദങ്ങൾ നിർമ്മിക്കുവാനും പ്രതികാര ബുദ്ധി നമ്മെ പ്രേരിപ്പിക്കും. പക്ഷെ അതുകൊണ്ട് പ്രശ്നം അവസാനിക്കാതെ അധികം സങ്കീർണമായി തീരുകയുള്ളൂ. മറ്റുള്ളവർ പ്രവർത്തിക്കുന്നതനുസരിച്ച് നമ്മുടെ പ്രവർത്തന രീതി മാറ്റിയാൽ നമ്മെ നിയന്ത്രിക്കുന്നത് മറ്റുള്ളവരാണെന്ന് വരുമല്ലോ. നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ആന്തരിക ആദർശത്തിന്റെ പ്രതിഫലനമായിരിക്കും. എല്ലാവരും നല്ലവരായി കഴിയുമ്പോൾ ഞാനും നല്ലവനാകാം എന്ന് തീരുമാനിക്കുന്നത് ശരിയല്ല. അപ്രകാരമാകിയാൽ ജീവിതകാലമെല്ലാം നമ്മുടെ ബോധ്യത്തിന് വിപരീതമായി പ്രവർത്തിച്ച നിരാശയിൽ കഴിയാനിടയാകും. തിന്മയാൽ തിന്മയെ ജയിക്കാമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ദൈവത്തിനും ധാർമ്മിക നീതിക്കും അനുസരണമായി മാത്രം ജീവിക്കുക. അവരുടെ വീക്ഷണഗതി മാറുന്നതനുസരിച്ച് നമ്മുടെ വീക്ഷണഗതി മാറരുത്. അനീതിയെ അഗ്നി കൊണ്ട് എതിരിട്ടാൽ ജ്വാല ആളിക്കത്തും. പ്രത്യുത ജലം കൊണ്ടെതിരിട്ടാൽ തീ നമ്മെ ബാധിക്കുകയില്ല. വിദ്വേഷമുള്ളവരോട് എതിരിടുമ്പോൾ നമ്മുടെ അടിസ്ഥാന വിശ്വാസം മാത്രമായിരിക്കണം നമ്മുടെ പ്രവൃത്തിക്ക് അടിസ്ഥാനം. തിന്മയോട് എതിരിടുമ്പോൾ നമ്മുടെ അടിസ്ഥാന ആദർശങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ചിലപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള പ്രേരണകൾ നമുക്കുണ്ടാകും. എന്നാൽ അതിനെ അതിജീവിച്ചുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവം എനിക്ക് നന്മ നൽകുമെന്ന ബോധ്യത്തോടെ തിന്മയ്ക്കെതിരെ പടപൊരുതുവാൻ എനിക്ക് കഴിയണം. അതാണ് തിന്മയെ നന്മ കൊണ്ട് നേരിടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ.